ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് വീട്ടിലെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ സ്കോർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ഒരാളുടെ മോശം ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വേറെ ആരുടെ അല്ല, ഞാനാണ് ബിഗ് ബോസ് വീട്ടിലെ അടിപൊളി കണ്ടസ്റ്റന്റ്. ഞാനാണ് ഇവിടെ തഗ്ഗടിക്കുന്നത്. ഞാനാണ് ഇവിടെ വലിയ എന്താ പറയാ, മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് വിശ്വസിച്ച് സ്വയം എന്തൊക്കെയോ ആണെന്ന് നിലച്ച് നടക്കുന്ന അക്ബർ ഖാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു മോശം ദിവസമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ എനിക്ക് വിശേഷിപ്പിക്കാൻ ഇഷ്ടം. വേറൊന്നുമല്ല, ഇന്ന് കാലത്ത് തന്നെ മോർണിംഗ് ടാസ്ക് കൊടുത്തായിരുന്നു ബിഗ് ബോസ്. മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഓമനപ്പേര് വിളിക്കുക അല്ലെങ്കിൽ നിക് നെയിം വിളിക്കുക എന്നുള്ളതായിരുന്നു. ബിഗ് ബോസ് വീട്ടിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുക, അയാൾക്കൊരു പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളെ തിരഞ്ഞെടുക്കുക, അയാൾക്കൊരു പേര് കൊടുക്കുക എന്നതായിരുന്നു ടാസ്ക്. എല്ലാവരും അവരുടേതായിട്ട് രീതിയിൽ ഓരോരോ പേരുകൾ കൊടുത്തപ്പം നമ്മുടെ കഥാനായകനായിട്ടുള്ള അക്ബർ ഖാൻ തെരഞ്ഞെടുത്തത് നമ്മുടെ രേണുസുധീനെയാണ് കേട്ടോ. ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് രേണുസുധീനെയാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് കൊടുത്ത പേര് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അയ്യേ എന്ന് തോന്നിപ്പോകുന്ന, അല്ലെങ്കിൽ ഒരു മലയാളികൾ എല്ലാവരും കാണുന്ന ഒരു ഷോയില് ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ആരെയും സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആരെയും വലിയ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാളെ വെറുതെ വിളിച്ചു വരുത്തിയിട്ട് സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് അതിമോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. ആ വീടിനകത്തുള്ളവർക്കും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അക്ബർ ഖാന്. അക്ബർ ഖാൻ വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്കാരനാണ് അവിടുത്തെ ഭയങ്കര വലിയ ആള് എന്നൊക്കെയാണ്. പക്ഷെ ഒന്നുമല്ല, വെറുതെ സ്ത്രീകളായിട്ടുള്ള കുറച്ച് പേരുടെ മുന്നിൽ ഭൗ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള കഴിവ് മാത്രമേ ഇവനൊക്കെ ഉള്ളൂ എന്നാണ് നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നത് കേട്ടോ. അക്ബർ ഖാന്റെ മാത്രമല്ല, ആ വീട്ടിലുള്ള പുരുഷ കേസരികൾ എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയാണ്. എല്ലാവരും ബോയ്സ് എല്ലാം ഒരു ഗ്യാങ് ആയിട്ട് അവിടെ ഒരു ആരെങ്കിലും കോർണർ ഇട്ട്, മെയിൻ ആയിട്ട് ക്യാപ്റ്റൻ അനീഷ്, കോമണർ ആയിട്ടുള്ള അനീഷിന്റെ നേരെയാണ് എല്ലാവരും കൂടി പോയി അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ അനുമോളുടെ ഒരു ഇഷ്യൂ ഉണ്ടായി, പിന്നെ ജിസേലിന്റെ അടുത്തേക്ക് പോയി, അങ്ങനെ പലരുടെയും അടുത്തേക്ക് കേട്ടോ. രേണുസുധീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പാനി ശരത്തും അഭിശ്രീയും അക്ബറും ഒക്കെ വല്ലാത്തൊരു, ഈ ജസേൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗുണ്ടാ സംഘം എങ്ങനെയാണ് പോകുന്ന എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവന്മാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവന്മാര് ഭയങ്കര എന്താ പറയാ, ഒരു മാസ് കാണിക്കുകയാണെന്നാണ് അതിനകത്ത് ഇരുന്ന് വിചാരിക്കുന്നത്. പക്ഷെ പുറത്ത് മൊത്തം നെഗറ്റീവ് ആണെന്ന് ഇവരൊന്നും അറിയുന്നില്ല. കുറെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന, ഈ അപ്പാനി ശരത്തിനെയും അക്ബറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഇന്ന് അക്ബറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇങ്ങനെ ഒരു പരാമർശം വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രീതിയിൽ അത് കാണുന്നുണ്ട് നമുക്ക് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ അടുത്ത് നേരിട്ട് അഭിപ്രായം പറഞ്ഞ, നമ്മുടെ പരിചയക്കാരിൽ നേരിട്ട് അഭിപ്രായം പറഞ്ഞ ചിലവരൊക്കെ പറഞ്ഞു കേട്ടോ, അക്ബർ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. നമ്മൾ ഐഡിയ സ്റ്റാർസിങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അക്ബറിനെ, അതിന്റെ പാട്ടും എല്ലാം. പലർക്കും ആ പാട്ടിന്റെയൊക്കെ ഇഷ്ടത്തിലായിരിക്കും അക്ബർ നന്നായി കളിക്കും അല്ലെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത് കേട്ടോ. പക്ഷെ മൂന്നാമത്തെ ദിവസം തന്നെ അവന്റെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ്, എല്ലാവരോടും, ഒരാളോടും നിന്നല്ല കേട്ടോ, എല്ലാവരോടും ഒരുമാതിരി പുച്ഛം അല്ലെങ്കിൽ വല്ലാത്തൊരു ചിന്താഗതിയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ ഇതെന്ന് പറയുന്ന ഈ അക്ബറിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. രേണുസുധിക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. രേണുസുധി അത് പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ, അമ്മയല്ലേ, വിധവയല്ലേ, അപ്പം എന്നെ നോക്കി ഇത്രയും മോശപ്പെട്ടൊരു പേര് പറയാവോ എന്നൊക്കെ പറഞ്ഞ് രേണുസുധി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാണുന്ന നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. രേണുസുധി എന്തെങ്കിലും അവിടെ ഇപ്പം ഈ അക്ബർ ഖാന് ഒരു വിചാരം ഉണ്ടാവും, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്ത് രേണുസുധീനെ ആക്രമിക്കാനായിട്ട് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഡെയിലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് രേണുസുധി പുറത്തായിരുന്ന സമയത്തും വളരെ മോശമായിട്ട് അവരെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. അത് അപ്പൊ രേണുസുധീനെ ഇപ്പുറത്ത് ഇവിടെ അതിനകത്ത് ചെന്നിട്ട് എതിർത്ത് കഴിഞ്ഞാല് ഈ എതിർക്കുന്നവരുടെ എല്ലാം സപ്പോർട്ട് തനിക്ക് കിട്ടും, അല്ലെങ്കിൽ അവരുടെ വോട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വോട്ടൊക്കെ അക്ബറിന് കിട്ടും എന്നൊരു സ്ട്രാറ്റജിയാണ് അക്ബർ അവിടെ പ്രയോഗിച്ചത്. പക്ഷെ കണ്ടിരിക്കുന്നവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്
ഒരു എന്താ പറയുക പണിപ്പെട്ടി എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു കേട്ടോ. ഒരു പോഡിയത്തിന് മേലെ ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് കറുപ്പ് കല്ലുകളും ചുവന്ന കല്ലുകളും പിന്നെ ഗോൾഡൻ കളറുള്ള കല്ലുകളും ഉള്ള ഒരു ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് റൗണ്ട് വരച്ചിട്ട് ഓടിച്ചെന്ന് ആദ്യം ആ ബോക്സിനകത്ത് കൈയിട്ട് കല്ലുകൾ സമാഹരിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ടാസ്ക്. വളരെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും നന്നായി കളിച്ചു. നമ്മുടെ കുറച്ചു പേർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കല്ലുകളൊന്നും കിട്ടിയില്ല. അതിനകത്ത് അക്ബറിനൊരു പ്രത്യേക പ്രിവിലേജ് കിട്ടും. ഗോൾഡൻ കല്ല് കിട്ടിക്കഴിഞ്ഞാല് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാല് ഫസ്റ്റ് അത് അക്ബറിനാണ് കിട്ടുന്നത്. അപ്പം അക്ബറിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഗോൾഡൻ കല്ല് കിട്ടിയ സ്ഥിതിക്ക് തനിക്കൊരു പ്രിവിലേജ് ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്ക്, സെക്കൻഡ് വീക്കിലേക്ക് ഉള്ള ഒരു മത്സരം, ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ആണ് തനിക്ക് കിട്ടുന്നത്. പക്ഷേ അതിനൊരു മാനദണ്ഡം കൂടിയുണ്ട്. നെക്സ്റ്റ് റൗണ്ടില് അക്ബർ പറയുന്ന ഒരാള് ഇങ്ങനെ ഈ പോഡിയത്തിൽ നിന്നും ഒരു ഗോൾഡൻ കല്ല് കൂടി ശേഖരിച്ചാൽ മാത്രമേ അക്ബറിന് ഈ പ്രിവിലേജ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ വേറൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. അക്ബർ അങ്ങനെ തന്റെ ഈ സെക്കൻഡ് ചാൻസിൽ ഈ കല്ല് ശേഖരിക്കാനായിട്ട് ഒരാളെ ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആര്യനെയാണ് ചൂസ് ചെയ്യുന്നത്. ആര്യനെ ചൂസ് ചെയ്ത് ആര്യൻ മത്സരിച്ചിട്ട് ആര്യൻ ആ ഗോൾഡൻ കല്ല് എടുക്കുന്നുണ്ട്. പക്ഷെ ആര്യന്റെ കയ്യിൽ നിന്നും ഷാനവാസ് ആ കല്ല് അടിച്ചു മാറ്റുന്നുണ്ട്, തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രിവിലേജ് മറ്റേ അക്ബറിന് നഷ്ടപ്പെടുകയാണ് കേട്ടോ ഉണ്ടായത്. അക്ബറിന്റെ രണ്ടാമത്തെ അടിയായിരുന്നു അത്. അക്ബറിന് കിട്ടിയ രണ്ടാമത്തെ അടിയായിരുന്നു. കാരണം അക്ബർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നതാണ് ഗോൾഡൻ കല്ല് കിട്ടി, ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇതായി പോയി കേട്ടോ, അത് കിട്ടിയില്ല. പകരം അക്ബറിനെയും ആര്യനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് ഒരാൾ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആവും, ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും എന്ന് പറഞ്ഞു. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആര്യം പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഈ ആഴ്ച ഞാൻ ഓൾറെഡി നോമിനേറ്റഡ് ആയതാണ്, അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്കൊരു റിലാക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ആര്യനും അക്ബറും തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഒക്കെ നടത്തി. അവസാനം അക്ബർ എന്നാൽ എങ്ങനെയെങ്കിലും ആവട്ടെ, ഞാൻ തന്നെ നോമിനേറ്റഡ് ആവാം എന്ന് പറഞ്ഞ് അക്ബർ ആ നോമിനേഷൻ ഏറ്റെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്ലാക്ക് കല്ല്, അതിനകത്ത് ബ്ലാക്ക് കല്ല് കിട്ടുന്നവർക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിനും അഭിശ്രീക്കും പിന്നെ റന ഫാത്തിമയ്ക്കാണ് കേട്ടോ ബ്ലാക്ക് കല്ല് കിട്ടിയിരുന്നത്. അവര് ഒരാളുടെ കണ്ണ് കെട്ടണം, ഒരാളുടെ വായ കെട്ടണം, ഒരാള് അനങ്ങാതെ ബിഗ് ബോസ് തരുന്ന ഒരു എന്താ പറയാ ഉന്തുവണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഇതില് ഇരിക്കണം എന്ന ഒരു ടാസ്ക് ആണ് കിട്ടുന്നത്. അടുത്ത റൗണ്ട് ടാസ്ക് വരുന്നത് വരെ ഇവര് ഒരാളെ ആ ഉന്തുവണ്ടിയിൽ ഇരുത്തി, ഒരാൾ കണ്ണ് കെട്ടി, ഒരാൾ വായ കെട്ടി ഉന്തിക്കൊണ്ട് നടക്കണം എന്നുള്ളൊരു ടാസ്ക് ആണ് കേട്ടോ, ഒരു പണിഷ്മെന്റ് ടാസ്ക് ആണ് കിട്ടിയത്. ഫസ്റ്റ് അത് അനീഷും റന ഫാത്തിമയും പിന്നെ ബിശ്രിയൊക്കെ അത് വളരെ നന്നായിട്ട് ചെയ്തു കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് രണ്ടാമത്തെ റൗണ്ട് ടാസ്ക് തുടങ്ങുന്നത് വരെ അവര് ഈ പണിഷ്മെന്റ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടില് ഇതുപോലെ തന്നെ ബ്ലാക്ക് കല്ല് കിട്ടുന്നത് വീണ്ടും അനീഷിന് തന്നെയാണ്. അനീഷിന് 2 കല്ലും പിന്നെ ഷാനവാസിന് 1 കല്ല് പിന്നെ അക്ബറിന് 1 ബ്ലാക്ക്, അങ്ങനെ 3 പേർക്ക് ബ്ലാക്ക് കിട്ടും. അനീഷിന് 2 അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷിന്റെ കയ്യിലുള്ള 2 ബ്ലാക്ക് കല്ലിൽ നിന്ന് ഒരെണ്ണം മറ്റൊരാളെ ചൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അനീഷിനോട് പറയുമ്പോൾ അനീഷ് ആര്യനെയാണ് ചൂസ് ചെയ്യുന്നത്. ആര്യനും കൂടി ചേർന്ന് അങ്ങനെ 4 പേര് ചേർന്ന് ഒരാള് കണ്ണ് കെട്ടി, ഒരാൾ വായ കെട്ടി, ഒരാൾ ഉന്തുവണ്ടിയിൽ ഇരുന്ന്, 4-മത്തെ ആള് ആനയായിട്ട് 4 കാലയിൽ ആനയായിട്ട് നിൽക്കുന്ന പണിഷ്മെന്റ് ആണ് ചെയ്യാൻ പറയുന്നത്. അനീഷ് ഭയങ്കര വാചക കസർത്തൊക്കെ ആയിട്ട് ഉന്തുവണ്ടിയിൽ കയറിയിരുന്ന് അക്ബറും ഷാനവാസും ഇങ്ങനെ ഷാനവാസ് വായ മൂടിക്കെട്ടി, അക്ബർ കണ്ണ് കെട്ടി, ആര്യൻ ആനയായിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2-3 തവണ അനീഷിനെ മനഃപൂർവ്വം ഇവന്മാര് തള്ളിയിടുന്നുണ്ട് താഴത്തോട്ട്. അങ്ങനെ 3 പ്രാവശ്യം കണ്ട് വീഴുന്നുണ്ട്. എങ്കിലും അനീഷ് അതൊന്നും കാര്യമാക്കുന്നില്ല. അനീഷ്
ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവരെ ഇത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഈ അനീഷിലൂടെയാണ് കാണുന്നത് കേട്ടോ. അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ സീസണുകളെല്ലാം അരച്ചു കുടിച്ച് കണ്ട് എല്ലാവരിൽ നിന്നും എന്തൊക്കെ മോശം കാര്യങ്ങൾ എടുക്കാം അതെല്ലാം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. ചില സമയത്ത് നമുക്ക് രജത് കുമാറിന്റെ ഒരു വേഷം കാണാൻ പറ്റുന്നുണ്ട്, ചില സമയത്ത് റോബിൻ രാധാകൃഷ്ണനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് നമ്മുടെ റിയാസിനെ, അതായത് ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവത്തില് അങ്ങനെ പലരുടെയും ഒരു വേർഷൻ എല്ലാം കൂടി ചേർന്നിട്ടാണ് അനീഷ് ഈ കോമണർ ആണെങ്കിലും ഈ സീസണിൽ വന്നേക്കുന്നത്. പലർക്ക് ഇറിറ്റേഷൻ ആണ്, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിലും പുള്ളി മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, നമ്മുടെ ആരായിരുന്നു ഒനിയൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും വരും ഒന്നും അല്ല, ആരും ഒന്നും നന്നായിട്ട് കളിക്കുന്നില്ല, വെറുതെ എന്തൊക്കെയൊക്കെയോ വെറുതെ കച്ചറ ഉണ്ടാക്കണം, ഒച്ചപ്പാട് ഉണ്ടാക്കണം. ആരുടെയെങ്കിലും നേരെ പോയി എല്ലാവരും കൂടി ഒച്ചപ്പാട് ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അവിടെ ഒരു എന്തോ സംഭവമാണെന്നുള്ളതാണ് അവരുടെ തോന്നല്. പക്ഷെ ഒന്നുമല്ല. ഈ സീസണിലെ ഞാൻ ഈ മൂന്നാമത്തെ ദിവസത്തിൽ വിലയിരുത്തുമ്പോൾ അതിനകത്ത് ലേഡി കണ്ടസ്റ്റൻസ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന. ബോയ്സ് മൊത്തം അലമ്പാണ് കേട്ടോ. ആരെയും നമുക്ക് നല്ലതെന്ന് പറയാനായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണ്, എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ലേഡി കണ്ടസ്റ്റൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്നിട്ട് പരദൂഷണം പറയുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ഈ തുടക്കത്തിൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ തന്നെ അപ്പാനി ശരത്തും അക്ബറും ഈ പറയുന്ന എന്താ പറയാ അബിയും ഷാനവാസ് എല്ലാവരും ഒരേപോലെ ഇരുന്ന് പലരെയും കുറ്റം പറയുന്ന അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന സീനുകളാണ് കാണാൻ പറ്റുന്നത്. ലൈവിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യേ ഇവന്മാരെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോകും. കാരണം അപ്പാനി ശരത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ മറ്റേ സിനിമയുണ്ടല്ലോ അങ്കമാലി ഡയറീസ്, ആ സിനിമയും മറ്റേ ജിമിക്കി കമല് സോങ്ങും ഒക്കെ കണ്ടിട്ട് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന നടനോട് നമുക്കൊരു ആരാധന ഉണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് അതെല്ലാം കളഞ്ഞു കുടിക്കുന്ന മട്ടാണ് കാണുന്നത്. വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. മാറിയിരുന്ന് എന്താ പറയാ കുറ്റം പറയുക, എന്നിട്ട് അവിടെ മുന്നിൽ ചെന്നിട്ട് അഭിനയിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസത്തെ അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് വീട്ടിലെ മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും മോശം എന്ന രീതിയിലാണ് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങോട്ട് മാറി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ നമുക്ക് അനീഷിനെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് കണക്കാക്കാം കേട്ടോ. കാരണം അവിടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അനീഷ് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. എല്ലാവരും അനീഷിന്റെ പുറകിലാണ്. എന്തെങ്കിലും പറയുമ്പോഴത്തേനും അപ്പാനി ശരത്ത് ചാടി വീഴും, അതിന്റെ പുറത്ത് അക്ബർ ചാടി വീഴും, അതിന്റെ പുറത്ത് അഭിശ്രീ. ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ ചെന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ചുമ്മാ കയറി വായി തോന്നുന്ന ഡയലോഗുകളാണ് പറയുന്നത് കേട്ടോ. എന്താ അതിനിടയ്ക്ക് ലാസ്റ്റ് നമ്മുടെ ഈ എന്താ പറയാ ഈ ടാസ്കിന്റെ അവസാനം നമ്മുടെ ആര്യന്റെ കല്ല് മിസ്സാവുന്നുണ്ട്. ആര്യന്റെ കല്ല് മിസ്സായത് ഈ അനീഷാണ് എടുത്തതെന്നും പറഞ്ഞ് അനീഷിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അനീഷ് ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ആര്യന്റെ അടുത്ത്. അങ്ങനെ സംഭവം ബഹുലമായിരുന്നു ഇന്നത്തെ ദിവസവും. മൂന്നാമത്തെ ദിവസവും ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ രസമായിട്ട് വളരെ കുറെയൊക്കെ നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജിസയിൽ രേണു സുധി അന്ന് ഷാരിക അങ്ങനെയുള്ള കുറെ കണ്ടസ്റ്റൻസ് ഒക്കെ നമുക്ക് നല്ല കുറെ വിഷ്വൽസ് ഒക്കെ തരുന്നുണ്ട്. രേണു സുധീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സീസണില് ഏറ്റവും അധികം നെഗറ്റീവ്സ് പുറത്തിട്ടെ നമ്മളെ പോലെയുള്ളവരെല്ലാം കുറെ യൂട്യൂബേഴ്സ് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ കുറിച്ച്. പക്ഷെ ബിഗ് ബോസിനകത്ത് രേണു സുധീനെ കാണുമ്പോൾ നമുക്ക് വളരെ അധികം സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അവരാരോടും വഴക്കടിക്കാനോ പരദൂഷണം പറയാനോ വേറൊന്നിനും നിൽക്കുന്നില്ല. അവരോട് ചൂടായി വരുന്ന അവർക്ക് മറുപടി കൊടുക്കുക എന്നല്ലാതെ നല്ല രീതിയിലാണ് കേട്ടോ രേണുസുതി കളിക്കുന്നത്. ഇങ്ങനെ തന്നെ കളിക്കുകയാണെങ്കിൽ ഫിനാലെ വരെ രേണുസുതി ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം നാളത്തെ വിശേഷങ്ങളുമായി നാളെ വരാം. ബൈ.